ഉസ്താദുമാർക്ക് ആഹാരം കൊടുക്കുന്നത് ചെറിയ കാര്യമല്ല. ചിലർ പറയുന്നത് ഉസ്താദുമാർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടുന്നുണ്ട്, മന്തി കിട്ടുന്നുണ്ട്, പാതാള മന്തി കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നേ. നാടന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ പണ്ഡിതന്മാർക്ക് കൊടുത്താൽ അതിന് കിട്ടുന്ന ഗുണം ചെറുതല്ല. അവരെവിടെ പോയാലും ദ്വാരക്കും വലിമൻ അത്അമന വലിമൻ സഖാന. ഇനി ഒന്നും വേണ്ട, അവര് ദ്വാരന്നില്ലാന്നിരിക്കട്ടെ, അവരൊരു അക്ഷരം പഠിപ്പിച്ചു കൊടുത്താൽ ആ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ എനർജി ബ്ലഡ് സർക്കുലേഷന്റെ പേരിലാണ്. ഈ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിലാണ്. ഈ കഴിച്ച ഭക്ഷണം, നിങ്ങൾ കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് ബ്ലഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ആ ബ്ലഡ് സർക്കുലേഷനിലൂടെ ആരോഗ്യം വെച്ചുകൊണ്ട് ഒരാൾ ദീനീ പ്രബോധനം നടത്തുമ്പോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോ ആ കുട്ടി പഠിച്ച് ആ കുട്ടി ദഅവത്ത് ചെയ്യുന്ന ഓരോ അക്ഷരങ്ങൾ അനുസരിച്ച് ആരൊക്കെ അമല് ചെയ്യുന്നുണ്ടോ ഇതിന്റെയൊക്കെ കൂലി നമ്മുടെ അക്കൗണ്ടിൽ വന്നോണ്ടിരിക്കും. നമ്മൾ ഒരു നിമിഷവും തിരിഞ്ഞ് ചിന്തിച്ചാൽ സമ്പത്ത് മുഴുവനും അള്ളാന്റെ പള്ളിക്ക് വേണ്ടി എഴുതി കൊടുക്കും, സമ്പത്ത് മുഴുവനും അറബി കോളേജിന് വേണ്ടി എഴുതി